ഇവിടെ ഒരു ഡോക്ടർ തന്റെ മുറിഞ്ഞുപോയ കൈ ശരിയാക്കുന്നതിനായി ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു. അതിനായി ഒരു പല്ലിക്ക് വാല് മുറിഞ്ഞു പോയാൽ എങ്ങനെയാണോ അത് വളർന്നു വരുന്നത്, അതേ മെത്തേഡിൽ അദ്ദേഹത്തിന്റെ കൈയും വളർത്താൻ തീരുമാനിക്കുന്നു. അതിനായി പല്ലിയുടെയും മനുഷ്യന്റെയും DNA യൂസ് ചെയ്ത് കുറെ എക്സ്പെരിമെന്റിന് ശേഷം അവസാനം ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ആ മരുന്ന് ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്തതും അദ്ദേഹത്തിന് ബോധം മറയുന്നു. അതിനുശേഷം കണ്ണു തുറന്നതും അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ ടേബിളിൽ ഇരിക്കുന്നതായി തോന്നുന്നു. നോക്കുമ്പോൾ ഇത്രയും വർഷമായി കൈയില്ലാതിരുന്ന സ്ഥാനത്ത് എന്തോ വളർന്നിരിക്കുന്നു. അതിന്റെ പുറംതോൽ ഇളക്കി മാറ്റിയതും അതിനകത്ത് പുതിയൊരു കൈ വളർന്നിരിക്കുന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെടുന്നു. തന്റെ എക്സ്പെരിമെന്റ് സക്സസ് ആയെന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറിനെ വിളിച്ചറിയിക്കുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് തലവേദന തോന്നി മയങ്ങി തറയിൽ വീഴുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ടാക്സി വിളിച്ച് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനടുത്തേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷെ ടാക്സി അവിടെ നിന്ന് മൂവ് ആവുന്നതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഷാർപ്പായ നഖം വളർന്ന് കൈ ചേഞ്ച് ആവാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഫേസിലും പല്ലിയുടേതുപോലെ സ്കിൻ ആവാൻ തുടങ്ങുന്നു. ഇപ്പോൾ വിചിത്രമായൊരു ജീവി ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ എത്തിയെന്ന് പറഞ്ഞ് ന്യൂസിൽ പറയുന്നു. അത് കേട്ട സ്പൈഡർമാൻ അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനായി പുറപ്പെടുന്നു. നോക്കുമ്പോൾ ആ ഡോക്ടർ സ്വബോധം നഷ്ടമായി ഒരു രാക്ഷസ പല്ലിയായി മാറി ആരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.